ആൻഡ് ഫൈനലി ഹിയേഴ്സ് ദ മൊമെൻ്റ് ഓഫ് ഹെർ ബിഗ് ഡേ. ഒരുപാട് സന്തോഷം ഈ ഒരു മൊമെൻറ്റിൽ അപ്പുവിനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഡിഗ്രി തൊട്ട് തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. അപ്പം അന്ന് തലയിലായത് ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ. കാരണം എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ആൾ. അത് മാത്രമല്ല ഞങ്ങൾ കൂടുതലും ഒരു സിസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ അവളുടെ ഈ ഒരു ഹാപ്പി മൊമെൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുമാത്രമല്ല ഞാൻ ഭയങ്കര പ്രൗഡാണ് ആളുടെ കാര്യത്തിൽ. കാരണം ഏതൊരു പെൺകുട്ടിയുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് അവരുടെ മാരേജ് നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അവൾ ഭയങ്കര സക്സസ് ആണ്. സോ ഹാപ്പി ഫോർ യു അപ്പു. ഓൾറെഡി എന്നത്തെയും പോലെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ലേറ്റായി. ഹൽദി പ്രോഗ്രാം ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു ഹൽദി പ്രോഗ്രാമൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ ഒരു ഓളമൊക്കെ ആയിരിക്കുന്നത്. പിന്നെ പോകാൻ പറ്റുമെന്നൊന്നും നമ്മൾ കരുതിയില്ല. പെട്ടെന്നായിരുന്നു തീരുമാനമൊക്കെ എടുത്തത്. പിന്നെ അങ്ങ് പോയി. പക്ഷെ സംഭവം കളറായി. അതുപോലെ തന്നെ ഏതൊരു ഓഫീസിലുണ്ടാവില്ല ഒരു ടോം ആൻഡ് ജെറി പെയർ. അതുപോലെ നമ്മുടെ ഓഫീസിലുണ്ട് അങ്ങനത്തെ ഒരു പെയർ. ഭയങ്കര സ്നേഹമാണ്. ഇതിന് കണ്ടുടൻ തല്ലാണ് രണ്ടുപേരും. അങ്ങനെ പിള്ളേരുടെ ഡാൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് മാരേജിന് കാണാം.